ഖ്യാതറിനെവിടെ? സാർ അത് പിന്നെ കാതറിൻ 1 മന്ത് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി. അവൾ ആരോട് ചോദിച്ചിട്ടാ ലീവ് എടുത്തത്? സാറിനെ അറിയിച്ചോളാന്നാ പറഞ്ഞത്. ഹലോ, എടാ നീ എവിടെയാ? ഞാൻ ഓഫീസിലാടാ. എടാ എത്രയും പെട്ടെന്ന് ജെന്നിനെയും ജോണിനെയും കൂട്ടി നീ എന്റെ വീട്ടിലേക്ക് വാ. എന്താ കാര്യം? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. നീ എന്താ വരാൻ പറഞ്ഞത്? എടാ അത് പിന്നെ ജെന്നിൻ. എടാ അവനെ വിളിച്ചിട്ട് നടന്നതാ പറഞ്ഞേ. ഞാൻ വിളിച്ചതുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ട് അവനോടൊന്ന് പോയത്. ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല അവനിപ്പോ ഉള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഖ്യാതറിൻ അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവളിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ അവൻ അറിയണം. അവൾ നാട്ടിൽ പോയെന്നല്ലേ പറഞ്ഞത്? നമുക്കാദ്യം അവിടെ തന്നെ പോയി അന്വേഷിക്കാം. എത്ര ദിവസമായിട്ട് നമ്മൾ അവളെ അന്വേഷിക്കുക. അവളാണ് നാട്ടിലും ചെന്നിട്ടില്ല. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റും. ഹലോ മോനെ. പറയൂ പപ്പ. കുറെ ദിവസമായില്ലേ നിങ്ങൾ അവളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? അതിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. പപ്പ ഞാൻ അങ്ങോട്ട് വന്നതുകൊണ്ട് എന്താ കാര്യം? അവൻ വർക്ക് ചെയ്യുന്ന കോളേജില് ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവർ അവിടെ അവരെ അന്വേഷിക്കട്ടെ. നീ ഇങ്ങോട്ട് വാ, നമുക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കൂടി നോക്കാം. ശരി, ഓക്കെ, ഞാൻ വരാം. കെവിൻ, ഇത് ഹോബി ജിമിന്റെ ഫ്രണ്ടാണ്. ഈ കാര്യത്തില് നമുക്ക് ഹോബിനെ എത്തുകൂടി വേണം. പിന്നെ എന്ത് ഹെൽപ്പാ വേണ്ടത്? നീ ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യാനോ? അതെ, കെവിനെ നിനക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. പക്ഷേ അതെന്തിനാ? എന്റെ മോനല്ലേ അവൻ, എനിക്ക് അവനെ നന്നായിട്ടറിയാം. ഇത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്ന കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ക്യാതറിനെ കിട്ടിയെന്നും പറഞ്ഞ് ജയിലിൽ വെച്ചു. എന്നിട്ട് അവൾ തന്നെ സത്യങ്ങളൊക്കെ ഏറ്റു പറയുന്ന വീഡിയോ ജിമിന് അയച്ചു കൊടുത്തു. അതുകൊണ്ടല്ല ശരിയാകുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഇവൻ എന്താ ചെയ്തത്? കുറ്റബോധത്തിന്റെ പേരില് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചു. ജിമിൻ, ആക്ച്വലി അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, ജുവല് പറഞ്ഞത് പ്രകാരം കെവിന്റെ ഫോൺ മോഷ്ടിച്ചത് ഞാനാ. അവള് പറഞ്ഞിട്ടാ ഞാൻ എല്ലാം ചെയ്തത്, നിങ്ങളെ തന്നെ പിടിക്കാനായിട്ട്. അവളെന്റെ ഫ്രണ്ടാണ്. അവൾക്ക് വേണ്ടിയാ നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ ജോലിക്ക് വന്നത് തന്നെ. കാതറിൻ, എനിക്ക് വേണ്ടി നീ എങ്ങനെയെങ്കിലും ടെവിന്റെ കമ്പനിയിൽ കയറി പറ്റണം. നിനക്കറിയില്ലേ ടെവിന് വേണ്ടി ഞാൻ എന്തുമാത്രമാണ് കരഞ്ഞതെന്ന്. എനിക്കതിന് പ്രതികാരം ചെയ്യണം. ഞാൻ കരഞ്ഞതുപോലെ തന്നെ ജിമിനും കരയണം. ഇഷ്ടപ്പെട്ടവനെ മറ്റൊരാളെ തട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താന്ന് അവനും അറിയണം. അതിന് നീ അവിടെ ഉണ്ടാകണം, ടെവിന്റെ കമ്പനിയിൽ. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അവര് പറയാനുള്ളത് പോലും കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വെറുതെ തെറ്റുകാരനോട് പേരെ ഞാൻ എന്താ ചെയ്തത്? മോനെ നീ ഇങ്ങനെ കരയല്ലേ? ഇനിയും വൈകിട്ടില്ല. പറ്റിയ തെറ്റൊക്കെ തിരുത്താവുന്നേ ഉള്ളൂ. ഇല്ല പപ്പ, ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് പപ്പ എന്നോട് തിരിച്ച് നാട്ടിലേക്ക് പോവാൻ പറയണം. എന്റെ ജീവിതം തന്നെ മാറ്റിയത് അവനാണ്. സന്തോഷം നൽകിയത് അവനാണ്. ഇനി ആ സന്തോഷം അനുഭവിക്കാൻ ഞാൻ അർഹനല്ല. പിന്നെ അവസാനത്തെ വഴി എന്ന പോലെ ഹോബി എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഒരുങ്ങി. ടെവിൻ, ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരിയായവരെ കിട്ടിയിട്ടുണ്ട്, ആ ജുവലിനെ. ഞാനും ജിമ്മിനും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. അവളെ ശരിക്കും ഒന്ന് കാണണം. ജങ്കുക്ക്, ഫോണൊന്ന് സ്പീക്കറിലിടുവോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ജുവൽ, നീ എന്താ കരുതിയത്? കുറച്ചു നാൾ നിനക്ക് ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റി. പക്ഷേ ജീവിതകാലം മുഴുവൻ അങ്ങനെയായിരിക്കും നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. അതിന് നീ എന്നല്ല, ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഞങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഞങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ടേക്ക്, ഒരുമിച്ച് തന്നെ നിന്നെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ നിങ്ങളെ വേണ്ടി വന്നിച്ചു. ഞാൻ കേസെങ്കിലും എനിക്ക് ആരുമില്ലേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
ഇത് യോങ്കി, നമ്മുടെ കൊളീഗാണ്. അവൾ ലീവിലായിരുന്നു, അതാ നിനക്കറിയാത്തത്. കുറെ നാളായിട്ട് യോങ്കി നമ്മുടെ ഹോബിയുടെ പിന്നാലെ നടക്കുക. പക്ഷേ ഇവനാണേല് അമ്പിന് വലിയ നടക്കുന്നില്ല. ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ ഹോബി അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നേ? പാവല്ലേ, എസ് പറഞ്ഞേക്കുന്നേ. എന്തായാലും എന്റെ പേരും പറഞ്ഞതല്ലേ. നിന്റെ ടെവിനോ? അത് മാത്രമല്ല, ടെവിൻ പറഞ്ഞതിന്റെ പേരില് യെസ് ഒന്നും പറയണ്ട. എനിക്ക് വേണ്ട നിന്റെ ടെവിന്. പിന്നെ ടെവിൻ പറഞ്ഞത് മാത്രമല്ല, എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് നീ അത് പറയാതെ കൊണ്ട് നടക്കുമായിരുന്നല്ലേ? ഞാൻ പറയാനായിട്ടിരിക്കായിരുന്നു. എനിക്ക് I love you. Love you too.